Hello. Welcome to market discussion of the day. Today, 15th of September 2025, Monday ആണ്, പുതിയൊരു വീക്കാണ്. പുതിയൊരു വീക്കിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മളുടെ പുതിയ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് ഇന്ന് രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഫ്രീ ആയി 2 ആഴ്ചത്തെ ക്ലാസ് ആയിരിക്കും. അതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക. കുറേ ആൾക്കാർ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നും കൂടെ നമുക്ക് രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. ഇന്ന് രാത്രി 7:30ക്കാണ് ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 സമയത്തും ഒരേ കാര്യങ്ങളായിരിക്കും പറയുന്നത് കേട്ടോ. ഓക്കെ, കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽസ് ആയിട്ട് നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും ഫണ്ടമെന്റൽസ് ആ വീക്കിലെ ഫണ്ടമെന്റൽസ് നോക്കിയിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ ഈ ആഴ്ച ഓൾറെഡി നമ്മൾ സാറ്റർഡേ ഈ ആഴ്ച എന്തൊക്കെയാണ് ഫണ്ടമെന്റൽസ് ഉള്ളത്, ഏതൊക്കെ സമയത്ത് ഫണ്ടമെന്റൽസ് വരുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സാറ്റർഡേയിലത്തെ വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആഴ്ചത്തെ ഫണ്ടമെന്റൽസ് എല്ലാം കിട്ടുകയും ചെയ്യും. എന്തായാലും ഈ ആഴ്ച നമ്മൾ എല്ലാ ദിവസവും എന്തൊക്കെയാണ് മേജർ ന്യൂസുകൾ, എന്നൊക്കെയാണ് മാറി നിൽക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഈ ആഴ്ചത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ 2 ന്യൂസുകളാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീറ്റെയിൽ സെയിൽസ് ആണ്. റീറ്റെയിൽ സെയിൽസ് നാളെ ഉച്ചയ്ക്ക് UK ടൈമിംഗ് 1:30 മണിക്കും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഈ ആഴ്ച നമ്മൾ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വീക്ക് എന്നും വിളിക്കാം അല്ലേ. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് വ്യാഴാഴ്ച രാത്രി UK ടൈമിംഗ് 7 മണിക്കാണ്. ഓക്കെ, ഈ 2 ന്യൂസാണ് മേജർലി ഈ ആഴ്ച ഉള്ള ന്യൂസുകൾ. ബാക്കി എല്ലാ ന്യൂസുകളെ പറ്റി നമുക്ക് തിങ്കളാഴ്ച അല്ലെങ്കിൽ അന്നത്തെ ദിവസങ്ങളിൽ പറഞ്ഞു പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റീറ്റെയിൽ സെയിൽസ് നാളെ ഉച്ചയ്ക്ക് 1:30 മണിക്കും, വ്യാഴാഴ്ച നമുക്ക് ബുധനാഴ്ചയാണ് കേട്ടോ. ബുധനാഴ്ച നമുക്ക് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രി 7:30 മണിക്ക് നമുക്ക് FOMC പ്രസ് കോൺഫറൻസും ഉണ്ട്. ഈ 2 ന്യൂസുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ആഴ്ച നോക്കി കാണേണ്ട ന്യൂസുകൾ, അല്ലെങ്കിൽ ഡയറക്ഷണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ന്യൂസുകൾ ഇത് രണ്ടുമാണ്. ഓക്കെ, നമ്മൾ നേരെ നമ്മളുടെ ചാർട്ടിലോട്ട് വരുമ്പോൾ ഫണ്ടമെന്റൽ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വീക്കെൻഡിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ UK വലിയൊരു റാലിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1,00,000 പേരിൽ മുകളിൽ വരുന്ന റാലി ഉണ്ടായിട്ടുണ്ടായിരുന്നു. എലോൺ മസ്ക് ലൈവായിട്ട് വന്ന് ആ ഒരു സംസാരിക്കുകയുണ്ടായി. ഓക്കെ, ഒരുപാട് പ്രശ്നങ്ങളും ഇവിടെ UK നടക്കുന്നുണ്ട്. ബേസിക്കലി ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ GBP ഒന്ന് താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. GBP ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.3595 ആ ഒരു റേഞ്ചിലാണ്. അവിടെ നിന്ന് താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നും കൂടെ മനസ്സിലാക്കുക. GBP ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് നോക്കി ട്രേഡ് ചെയ്യുക, ഈ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ടായത് കൊണ്ടിട്ട് തന്നെ. അതേപോലെ തന്നെ യൂറോപ്പിൽ നിന്ന് ക്രൈസിസ് ഉണ്ട്. യൂറോപ്യൻ ഓൾറെഡി നമുക്കറിയാം ഫ്രാൻസിലെ പൊളിറ്റിക്കൽ സിസ്റ്റം അൺസർട്ടനിറ്റി, അതേക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ US ഒരു ഉപരോധം ഏർപ്പെടുത്താനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. യൂറോപ്പിൽ നിന്ന് എനർജി സെഗ്മെൻറ്റിൽ നിന്ന് സാധനങ്ങൾ റഷ്യയിൽ നിന്ന് മേടിക്കുന്ന ഇതിനെതിരെ ഉപരോധം ഏർപ്പെടുത്താനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും US നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇതെല്ലാം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഒരു റിസ്ക് മാനേജ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ന്യൂസ് പറയുന്നത്. അല്ലാതെ ഇതിനകത്തൊന്നും ട്രേഡ് ചെയ്യേണ്ട എന്നുള്ളൊരു മീനിങ് ഞാൻ പറയുന്നില്ല എന്നും കൂടെയുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ബേസിക്കലി നമ്മൾ JPYയിലോട്ട് വരുമ്പം JPY ഇന്ന് വളരെ സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും. കാരണം ജപ്പാൻ ഹോളിഡേ ആണ് ഇന്ന്. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ JPYയിൽ വളരെ ചെറിയ മൂവ്മെൻ്റ് ആയിരിക്കും ഇന്ന് ഉണ്ടാവുക. നമുക്ക് 2 ഓപ്പർച്യൂണിറ്റിയാണുള്ളത്. ഒന്ന് 147ൻ്റെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ, അല്ലെങ്കിൽ 148ൻ്റെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് സെല്ല്. ഓക്കെ, 148ൻ്റെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ 147.870 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് സെല്ല് എടുക്കുക. 147ൻ്റെ അവിടെ കിട്ടുന്ന ആൾക്കാർക്ക് 146.40 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് JPYയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ 1.17483 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു.
വേണം എന്നുള്ള ആൾക്കാർക്ക് 1.1750 ആണ് ഇവിടുത്തെ മേജറായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്. അവിടെ നിന്ന് വേണമെങ്കിൽ സെല്ലെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഞാൻ അതിനകത്ത് എന്താ പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമാണ് സെല്ലെടുക്കേണ്ടത് കേട്ടോ. ഞാൻ എടുത്ത് പറയുകയാണ്, വേണമെങ്കിൽ മാത്രം. ഉറപ്പ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കറക്റ്റായിട്ട് പറഞ്ഞാൽ 1.1800 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു സെല്ലാണ്. സോ അവിടെ ഒരു 1.8 വരെ ഒന്നും വരാനായിട്ടുള്ള പോസിബിലിറ്റി കുറവാണ്. 1.1790 എന്ന് പറയുന്ന റേഞ്ചിലൊക്കെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് സെല് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച യൂറോ പോയപ്പോൾ 1.17769 ആ റേഞ്ചിൽ വെച്ചിട്ട് അവിടുന്ന് റെസിസ്റ്റ് ചെയ്ത് താഴോട്ട് പോവുകയുണ്ടായി. സോ അവിടുന്നൊക്കെ വേണമെങ്കിലും ചെറിയ തോതിലുള്ള സെല്ല് നമുക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് 1.1790 അവിടുന്ന് ബാക്കി സെല്ലും ചെയ്യാം. അതായത് പാർഷ്യലി നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും പ്ലാൻ ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത് യൂറോയുടെ കാര്യത്തിൽ. ഓക്കെ, യൂറോ താഴെ കിട്ടിയാൽ 1.1500 കിട്ടിയാലേ ഇനി ബൈ ഉള്ളൂ. സോ അത് ഇന്ന് എന്തായാലും റീച്ച് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അൺലെസ് വലിയ എന്തെങ്കിലും ന്യൂസോ എന്തെങ്കിലും പൊളിറ്റിക്കൽ കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ആ ഒരു റേഞ്ചിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, സോ നേരെ ജി ബി പിയിലോട്ട് വരുമ്പം ജി ബി പി 1.3597 നിൽക്കുന്നു. 1.3600 റെസിസ്റ്റൻസ് ആണ്. അവിടുന്ന് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ആണ് കൂടുതലുള്ളത്. ഈ ഒരു പോയിന്റിൽ വെച്ച് വേണമെങ്കിലും ചെറിയ ലോട്ട് സെല്ലെടുക്കുന്നുണ്ട്, തെറ്റില്ലാത്ത കാര്യങ്ങളാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഈ ഒരു പോയിന്റ്, ഇപ്പോൾ ഉള്ള പോയിന്റിൽ നിന്ന് വേണമെങ്കിലും സെല്ലെടുത്ത് മുന്നോട്ട് പോകാം. ബൈ ഓപ്പർച്യൂണിറ്റി 1.3500 നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 1.3500 ബൈ എടുക്കുന്ന ആൾക്കാർ 1.3440 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. ഇപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് സെല്ലെടുക്കുന്ന ആൾക്കാർ 1.3660 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യണം. നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് 3630 to 3645 ഈ റേഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും, നമുക്ക് 3630 അടുത്ത് നമുക്ക് ബൈ ചെയ്യാം. 3630 എന്നല്ല, 3622 വരെ ഒക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ വേണമെങ്കിൽ 3630 അവിടുന്ന് ഒരു പാർഷ്യൽ ബൈയും 3622 കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് പാർഷ്യൽ ബൈയും എടുത്ത് മുന്നോട്ട് പോകുന്നതുകൊണ്ടും തെറ്റില്ലാത്തൊരു കാര്യമാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത് യൂറോയുടെ ഈ ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത്. ഓക്കെ, സോ ഗോൾഡ് നമുക്ക് എന്താ പറയുക, ഇന്ന് റേഞ്ച് 3630 to 3660 അല്ലെങ്കിൽ 3680 എന്ന് പറയുന്ന റേഞ്ചിലാണ് ഗോൾഡ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും മാർക്കറ്റ് മുകളിലോട്ട് പോയപ്പോൾ 3673 വരെ മാർക്കറ്റ് പോയി, 74 വരെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതായിരുന്നു ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം. സോ അതിൻ്റെ മുകളിലായിട്ട് 3600 ഈ ആഴ്ച നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു വീണ്ടും ആ ഒരു ഓൾ ടൈം ഹൈ എത്തുമെന്നുള്ള കാര്യം. കാരണം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. സോ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. വളരെ ചെറിയ ചാൻസ് മാത്രമേ ഉള്ളൂ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനോ അല്ലെങ്കിൽ അതേ റേറ്റിൽ തന്നെ ഇടുക എന്നുള്ളത് വളരെ ചാൻസസ് കുറവായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ കൂടെ നാളെ റീറ്റെയിൽ സെയിൽസും വരുന്നുണ്ട്. ചിലപ്പോൾ റീറ്റെയിൽ സെയിൽസിൽ തന്നെ ഓൾ ടൈം ഹൈ അടിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നാളെ റീറ്റെയിൽ സെയിൽസിലൊക്കെ കിട്ടിക്കഴിഞ്ഞുണ്ടല്ലോ 3680 ഉറപ്പായിട്ടും അവിടെ നമുക്ക് വേണമെങ്കിൽ സെല്ലെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് 3690 റേഞ്ചിലൊക്കെ കിട്ടിയാൽ അവിടുന്ന് വേണമെങ്കിലും സെല്ലെടുത്ത് പോവാം. ഓക്കെ, അത് നമുക്ക് പ്ലാൻ ചെയ്യാം, നാളത്തെ ദിവസം പ്ലാൻ ചെയ്യാം. 3680 ഇന്ന് കിട്ടിയാലും 80 കിട്ടിക്കഴിഞ്ഞാൽ പാർഷ്യൽ സെല്ല് കേട്ടോ. ഇപ്പോൾ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഒരു 0.5 ലോട്ട് അവിടുന്ന് സെല്ല് ചെയ്ത് മുന്നോട്ട് പോവാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. കാരണം മാർക്കറ്റ് മുകളിലോട്ട് പോയി കിട്ടിയാൽ 3690 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി പാർഷ്യൽ 0.5 നമുക്ക് സെല്ല് ചെയ്ത് തുടങ്ങാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് 3630 3690 ഈ റേഞ്ചിലാണ് മാർക്കറ്റ്. സോ അതുകൊണ്ടിട്ട് നമുക്ക് ഈ റേഞ്ചിൽ നിന്ന് നമുക്ക് ബൈയും സെല്ലും എടുത്ത് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. നമുക്ക്
ബേസിക്കലി എന്താ പറയുക, ഇന്നത്തെ ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക. അതേപോലെ തന്നെ പുതിയ ബ്രോക്കർ വേറെ ബ്രോക്കർ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞ ബ്രോക്കറാണ്. വളരെ എന്താ പറയുക, എല്ലാ റെഗുലേഷൻസും ഉള്ള ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ നല്ല ബോണസ് അവർ കൊടുക്കുന്നുണ്ട്. സോ സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ സ്റ്റാർ ട്രേഡറിൻ്റെ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾ ആപ്പ് ത്രൂ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു രജിസ്ട്രേഷൻ ഒരു കോഡും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കുറച്ച് ഓഫേഴ്സിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ അടുത്ത് ഒന്ന് പേഴ്സണലി ഒന്ന് വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.